വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനൊരു 1/4 കിലോ ചേന ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചത്തേക്കായി. ഈ പച്ചത്തേക്കായി എടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിലേക്ക് അരിഞ്ഞ് ഇടണം, കാരണം അതിനൊരു കറയുണ്ട് കേട്ടോ. ആ കറ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണേ. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടത്, നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ഒരു 10-12 കാന്താരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കാന്താരിയിൽ ഒരു 2-3 പച്ചമുളക് എടുത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്നുള്ളി. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. നമ്മൾ ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ട് ചേനയിട്ട് ആവശ്യത്തിന് വെള്ളവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് വെച്ചേക്കുവാണ്. ഈ ചേന ഒരു കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കായ എടുത്തുള്ളൂ, കാരണം കായയെക്കാട്ടി കൂടുതൽ വേഗ് ഈ ചേനയ്ക്കുണ്ട്. അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാനിപ്പോൾ ഉപ്പിട്ടില്ല, കായ ഇടുന്ന സമയം നമുക്ക് ഉപ്പിട്ടാൽ മതിയേ. നമ്മുടെ ചേന ഇവിടെ വേഗം വെച്ചിട്ട് ഒരു തിളച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായയും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ, അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കായയും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി നമ്മുടെ കായയും ചേനയും ഇവിടെ ഒരുമാതിരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചെടുക്കാവേ. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട്, ഇപ്പം ഞാൻ സിമ്മിൽ വെച്ചേക്കുക ഫ്ലെയിം കേട്ടോ. ഇനി ഈ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണേ. ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ നമ്മളിത് വേവിച്ചെടുക്കണം. ഞാൻ സിമ്മിൽ വെച്ചേക്കുവാണേ. 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നോക്കാം. നമ്മുടെ ഇവിടെ അരപ്പൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയേ. അപ്പോഴത്തേന് ആ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോഴേ. ഇനി നമുക്ക് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നന്നിട്ട് ഈ സ്പൂണിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് കാരണം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുത്താൽ നല്ലപോലെ ഉടഞ്ഞു കിട്ടുവേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ചിട്ടാൽ മതിയേ. ഒരു പാൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണേ. കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് കുറച്ച് തേങ്ങ. എരിശ്ശേരിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ കേട്ടോ. ഈ കുറച്ച് തേങ്ങ ഇങ്ങനെ വറുത്തിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല മണവുമാണ്. ഇതേ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആകുമ്പോൾ ഈ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഒരുപാട് അങ്ങ് വല്ലാതെ മൂത്തും പോകരുതേ. എൻ്റെ ചാനലിൽ ഞാൻ മത്തങ്ങയും വൻപയറും കൂടെ ഉള്ള എരിശ്ശേരിയും പിന്നെ മത്തങ്ങ മാത്രമായിട്ടുള്ള എരിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം ഇടയ്ക്ക് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ സദ്യയുടെ കൂടെ ഒക്കെ ആണേലും നല്ല. ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, ഉറപ്പായിട്ടും ഇതുപോലത്തെ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കി നോക്കണേ. ഇതാ നമ്മുടെ തേങ്ങ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കറിയിലേക്ക് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയേക്കണേ. അപ്പം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചേന കായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സദ്യയുടെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന കായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഓണത്തിന് ഇത് ചെയ്ത് നോക്കണം എല്ലാവരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എൻ്റെ ചാനലിൽ അല്ലാതെ മത്തങ്ങ വൻപയർ എരിശ്ശേരിയൊക്കെ കിടപ്പുണ്ട്. അതും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്